ഹലോ, ഇന്ന് നമ്മൾ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള മാഷ്മെല്ലോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ അതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാര, അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് നമ്മൾ ഒരു നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നോക്കുമ്പോൾ നല്ല ബോൾസ് ആയിട്ട് കിട്ടുന്ന പരുവത്തിലെത്തുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഒരു ബൗളിലെ കുറച്ച് വെള്ളത്തിലേക്കൊന്ന് ഉറ്റിച്ച് നോക്കാം. അപ്പോൾ നമ്മളിതിൽ ഒറ്റിച്ച് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ബോൾസായിട്ട് കിട്ടുന്നുണ്ട്. ഇത്രയും ആവാൻ നിൽക്കണ്ട, ഇതിൻ്റെ മുമ്പായി തന്നെ നല്ല സോഫ്റ്റ് ബോളായി കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഉണ്ടല്ലോ, അത് ബീറ്റ് ചെയ്ത് കൊടുത്തോടുകൂടി തന്നെ ഇത് ആ ചൂട് തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് ഈ ജെലാറ്റിനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ബീറ്റിങ് നിർത്താൻ പാടില്ല, ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. ഈ ഷുഗർ സിറപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും വേണം. ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ജെലാറ്റിൻ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം എഗ് വൈറ്റിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഈ ഒരു ടെക്സ്ചറിലെത്തുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ടെക്സ്ചറിലെത്തിയതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ വാനില എസൻസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മാഷ്മെല്ലോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ നന്നായിട്ട് കവർ ചെയ്ത രീതിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കോൺഫ്ലോറോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാഷ്മെല്ലോൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പുറത്ത് വെച്ചാൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. ഞാൻ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമുക്ക് അതൊരു ട്രേയിലേക്ക് തട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളിതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഐസിങ് ഷുഗറോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ച് സ്റ്റിക്കിയാണ്, അപ്പോൾ കയ്യിലൊക്കെ പറ്റി പിടിക്കും, നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആദ്യം പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് വേണം നമ്മൾ ഈ മാഷ്മെല്ലോസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് നല്ല സോഫ്റ്റായി നല്ല പഞ്ഞി പോലുള്ള മാഷ്മെല്ലോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ മാഷ്മെല്ലോസാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മാഷ്മെല്ലോസ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈഫിൻ്റെ മുകളിലും നമ്മൾ ഈ പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കത്തീൻ്റെ മുകളിലും ചിലപ്പോൾ സ്റ്റിക്കായിട്ട് പിടിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും പൊടിയിലൊന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നമുക്ക് സ്റ്റിക്കായിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ കോൺഫ്ലോറിലോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറിലോ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മാഷ്മെല്ലോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലുള്ള മാഷ്മെല്ലോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. മറക്കാതെ ഒന്ന് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.